കണ്ടോ മക്കളെ, എന്റെ മോളെ നിർബന്ധപ്രകാരം നിന്നെ ഞാൻ കാണാൻ തന്നെ വന്നത്. പക്ഷെ ഒരു സെയിൽസ്മാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പഠിച്ച ജോലി കിട്ടാഞ്ഞിട്ടാ, അല്ല ശ്രമിക്കാഞ്ഞിട്ടല്ല ഈ സെയിൽസ്മാന്റെ ജോലി ഞാൻ ചെയ്തത്. നിങ്ങൾ പറയുന്നത് സെയിൽസ്മാന്റെ ജോലി എത്ര മോശം ജോലി. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ഈ ജോലി വെച്ച് നീ എന്റെ മോളെ കെട്ടാൻ വിചാരിക്കണ്ട. അത് നീ അങ്ങ് മറന്നേരെ. ആ പറഞ്ഞ പോലെ നിങ്ങൾ പരിചയക്കാരാണല്ലോ, പിന്നെ ഒരേ ഫീൽഡ്, സെയിൽസ് ഫീൽഡ്. എന്നാ പിന്നെ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതെന്താ സംഭവം? ഇപ്പൊ വന്നത് അവളെ അപ്പന. നമ്മുടെ ജോലിയോട് എല്ലാവർക്കും ഭയങ്കര പുച്ഛമാണ്. ഇത്ര പുച്ഛിക്കാൻ എന്ത് വേണം? അതിന്റെ സുഹൃത്തായിരുന്നു കട മോളുടെ കാര്യം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള. നന്ദു, ഇതെന്റെ മകളുടെ കാര്യമോ? ഇതേപോലെ സെയിൽസ്മാൻ ഒന്നും കെട്ടിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. സെയിൽസുകാരെ പുച്ഛമില്ലേക്കോ? എനിക്കൊക്കെ ഒരു കാര്യം അറിയാം. ഞങ്ങളെ പോലുള്ള മിഡിൽ ക്ലാസ് എങ്ങനെയെങ്കിലും പ്ലസ് 2 പാസ്സായി ഞങ്ങൾ നേരെ കോളേജ് ചെയ്യും. കോളേജ് എന്ന് പറഞ്ഞാൽ സപ്ലിയും ക്ലിയർ ചെയ്താൽ വീട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ PSC പഠിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞാൽ 2-3 വർഷം PSC കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടുകാരുടെ കുത്തുവാക്കും കേട്ട് ഞങ്ങൾ നേരെ സെയിൽസിന് വന്നു. സെയിൽസ് കയറുമ്പോഴാണ് ഞങ്ങൾക്ക് നേരെ എക്സ്പീരിയൻസ് ഇല്ലാതെ സെയിൽസിനൊന്നും കിട്ടത്തില്ല. അങ്ങനെ എങ്ങനെ കൈയും കാര്യം പിടിച്ചാൽ ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ, സെക്കൻഡ് റൗണ്ടിന്റെ HR ഇന്റർവ്യൂ ആകുമ്പോൾ അവർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മളെ എടുക്കത്തില്ലെന്ന് വീണ്ടും എങ്ങനെയും കൈയും കാര്യം ഒക്കെ പിടിച്ച് ഞങ്ങൾ സെയിൽസിൽ കയറും. കയറിയതിന് ശേഷം ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞ പ്രോസസ്സ്, ട്രെയിനിങ് പോയി 10 ദിവസം എല്ലാം പഠിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരാൻ നിർത്തി. ട്രെയിനിങ് ഫീൽഡ് തമ്മിൽ ഒരു വ്യത്യാസമില്ല. മാനർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മാനർ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ പഠിച്ച് ഞങ്ങൾ നേരെ ഫീൽഡിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴാണ് ടാർഗറ്റ് വരുന്നത്. ടാർഗറ്റിന്റെ പുറകെ പോയിട്ട് ഞങ്ങൾ വീട്ടുകാർ ഹോസ്പിറ്റൽ ചെലവ്, പെങ്ങളുടെ കല്യാണം, വീട്ടിലെ പാല്, ചനിയന്റെ വിദ്യാഭ്യാസം, ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്ന് പെണ്ണ് വെച്ചാൽ ഒരു സെയിൽസ്മാന് പെണ്ണില്ലെന്നല്ലേ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, 100-90% ആൾക്കാരും വിജയിച്ചിട്ടുള്ളത് സെയിൽസ്മാനും ബിസിനസ്മാനും. അത് മറക്കരുത്. പൊളി മച്ചാനി. നന്ദകുമാർ, നന്ദു എന്നാണ് ഇവരെ പേരട്ടാ. സെറ്റ് വീഡിയോട്ട്. ആ ബ്രോ പറഞ്ഞതെല്ലാം കറക്റ്റാണ് കേട്ടോ. കറക്റ്റ് കാര്യങ്ങളാണ് ആ ബ്രോ പറഞ്ഞത്, നന്ദു പറഞ്ഞത്. അടിപൊളി വീഡിയോ. ഈ ഒരു വീഡിയോ ഉള്ള ഒരു ശരിയായ ഇപ്പം എല്ലാം ആൾക്കാർക്കെല്ലാം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോസൊക്കെ ഇവർ ചെയ്യുന്നത്. ആൾക്കാർക്ക് മനസ്സിലാവണം, ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സെറ്റ് വീഡിയോ ആണ് നന്ദു. സെറ്റ്.